ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 1 സങ്കീർത്തനം 2 വാക്യം. സങ്കീർത്തനം 1:2. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവർക്ക് മാത്രമേ വചനം ധ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. തിരുവചനം ധ്യാനിക്കുന്നവർക്ക് ഇരിക്കേണ്ടിയ ഇടത്തും നിൽക്കേണ്ടിയ ഇടത്തും നടക്കേണ്ടിയ ഇടത്തുമെല്ലാം ദൈവിക ആലോചനയുണ്ട്. തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ പ്രതീക്ഷകൾക്ക് ഭംഗം വരാത്ത ജീവിതമാണ് അങ്ങനെയുള്ള ജീവിതം. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഇല എപ്പോഴും പച്ചയായും പുഷ്ടിയായും നിൽക്കുന്നത് പോലെ എപ്പോഴും പുതുമയും ആത്മീക പുഷ്ടിയും നിലനിർത്തുന്ന ജീവിതമായിരിക്കും അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നത്. 63 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. പ്രാണന് തൃപ്തി വരുന്നത് വചനം ധ്യാനിക്കുമ്പോഴാണ്. നിഷ്ക്രിയത്വത്തിൻ്റെ സമയമാണ് രാത്രികാലം. കിടക്കയിലായിരിക്കുമ്പോൾ പിന്നെ സമയം ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കും. ഓർക്കാനും ചിന്തിക്കാനും ധ്യാനിക്കാനും ധാരാളം സമയമുണ്ട്. വചനം ധ്യാനിക്കാനുള്ള ഏകാന്തതയും ഏകാഗ്രതയും പ്രവർത്തന നിരതരായി ഓടി നടക്കുമ്പോൾ ലഭിക്കില്ല. എൻ്റെ പ്രാണന തൃപ്തിയും വായിൽ സ്തുതിയും അധരങ്ങളിൽ സന്തോഷത്തിൻ്റെ ബഹിർസ്ഫുരണവും സമൃദ്ധിയായിട്ടുള്ളത് തിരുവചനത്തെ ധ്യാനിക്കുമ്പോൾ മാത്രമാണ്. 77 സങ്കീർത്തനത്തിൽ പുതിയ കാഴ്ചപ്പാട് ലഭിക്കുന്നതായി കാണുന്നു. രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, എൻ്റെ ആത്മാവും ശോധന കഴിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നുവെന്ന് 143 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അപ്പോൾ ജാഗ്രതയോടെ തന്നെ ശോധന കഴിക്കുന്നതിനുള്ള ഒരു മനസ്സൊരുക്കം രാത്രിയിലാണ് ഉണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും നമ്മെക്കുറിച്ച് വലിയ മതിപ്പും നല്ല അഭിപ്രായവുമാണ്. നമ്മുടെ പരാധീനതകളും പരാജയങ്ങളും ഒരു പരിധിവരെ നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മിക്കപ്പോഴും നമുക്ക് വിമുഖതയാണ്. എന്നാൽ രാത്രിയുടെ അനുഭവങ്ങളിൽ നാം പലപ്പോഴും നമ്മെ തന്നെ ശോധന ചെയ്യാൻ ദൈവം അവസരം ഒരുക്കി തരുന്നു. ഈ വേദഭാഗത്ത് പറയുന്ന ചില വിശേഷണങ്ങൾ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. അതായത് 143 സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. മറ്റൊന്ന്, ഹൃദയം സ്തംഭിച്ചിരിക്കുന്നു, പ്രാണൻ വരണ്ട നിലം പോലെ ദാഹിക്കുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോഴൊക്കെ ഒന്നേ ചെയ്യാനുള്ളൂ, തിരുവചനം ധ്യാനിക്കുക. പരിണിത ഫലം വളരെ പ്രകടമായിട്ട് തന്നെ സങ്കീർത്തനക്കാരൻ കണ്ടെത്തുന്നു. അതായത് അവിടുത്തെ വഴി വിശുദ്ധമാകുന്നു എന്നും അവിടുത്തെ വഴി സമുദ്രത്തിലും പാതകളിൽ പെരുവെള്ളത്തിലുമായിരുന്നുവെന്നും സങ്കീർത്തനക്കാരൻ കണ്ടെത്തുകയാണ്. ഈ വലിയ കാഴ്ചപ്പാട് ലഭിച്ചത് രാത്രിയിൽ ധ്യാനിച്ചപ്പോഴാണ്. രാത്രി കാലങ്ങളിൽ ധ്യാനിക്കാൻ നമ്മുടെ ചിന്തകളിൽ നമ്മെ തന്നെ നമ്മൾ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ചില ഉത്തരങ്ങൾ ലഭിക്കാതെ വരും. എത്ര ആലോചിച്ചിട്ടും ചില വിഷയങ്ങൾക്ക് മേൽ നമുക്ക് മറുപടി അല്ലെങ്കിൽ അതിന് മതിയായ വിധത്തിലുള്ള ഒരു സൊല്യൂഷൻ കിട്ടാതെ വരുമ്പോൾ മനസ്സ് ചിലപ്പോൾ വല്ലാതെ അങ്ങനെ ശോഷിച്ച് അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകാറുണ്ട്. മനസ്സ് ക്ഷീണിക്കുന്ന വേളയിൽ ദൈവവചനം ധ്യാനിച്ചാൽ പുഷ്ടിയുള്ള ജീവിതത്തിൻ്റെ ഉടമകളാക്കി ദൈവം തമ്പുരാൻ നമ്മളെ മാറ്റും, നമ്മെ ശക്തീകരിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഫലമുള്ളവരായി തീരാൻ കർത്താവ് നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. രാത്രിയിൽ ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിലും കൃപയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ സകലവിധമായ ജീവിതാവശ്യങ്ങളിലും ഇടപെടലുകളിലും കർത്താവിൻ്റെ സാന്നിധ്യം പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവനമ്പുരാൻ്റെ കരുതലിൽ പുതിയ വർഷം കരുത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപ, അനുഗ്രഹം, ആലോചന നമ്മേവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.